സൂര്യനെല്ലി കേസിൽ പെൺകുട്ടിക്കെതിരെ സുപ്രീം കോടതി. പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ടായിരുന്നുവെന്ന് കോടതി. പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണോ പോയതെന്ന് സംശയിക്കുന്നുവെന്നും കോടതി. പ്രതികൾക്ക് ഉടൻ ജാമ്യം നൽകാനാവില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയ. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വിവരങ്ങൾ. സൗമ്യ, സൂര്യനെല്ലി പീഡന കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച ധർമ്മരാജൻ ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യഹർജി വാദം കേൾക്കവെയാണ് പീഡനത്തിനിരയായ പെൺകുട്ടിക്കെതിരെ സുപ്രീം കോടതി ഇന്ന് പരാമർശങ്ങൾ നടത്തിയത്. പ്രധാനമായും രണ്ട് പരാമർശങ്ങളായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒന്ന്, പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടും പെൺകുട്ടി ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ല. രണ്ടാമതായി, സ്വന്തം ഇഷ്ടപ്രകാരമാണോ പെൺകുട്ടി പോയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പ്രതികൾ നൽകിയ ജാമ്യ ഹർജി അടിയന്തരമായി പരിഗണിക്കാനാവില്ലെന്നും ഇപ്പോൾ അടിയന്തര ജാമ്യം അനുവദിക്കാനാവില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഈ ജാമ്യ അപേക്ഷയിൽ അടുത്ത വർഷം മാർച്ചിൽ വിശദമായ വാദം കേൾക്കുമെന്നും ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഏതായാലും കോടതി നിരീക്ഷിച്ചിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ, ഈ പീഡനത്തിനിരയായ പെൺകുട്ടി പ്രതികളോടൊപ്പം യാത്ര ചെയ്തിരുന്നത് ബസ്സിലും ഓട്ടോറിക്ഷയിലും ഒക്കെയാണ്. ഇത്രയും അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും സഹയാത്രികരോട് സംസാരിക്കാനോ ഈ അവസരങ്ങളിൽ രക്ഷപ്പെടാനോ ഉള്ള ഒരു ശ്രമം പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ പോയിരിക്കുന്നത് എന്നുള്ള കാര്യം സംശയിക്കണമെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ഏതായാലും ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് അടുത്ത വർഷം മാർച്ചിലേക്ക് കോടതി മാറ്റുകയും ചെയ്തു. സൗമ്യ, എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.